നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നോക്കാം ഇന്നത്തെ പത്രത്തിലൂടെ. ആദ്യം തന്നെ മനോരമ പത്രം നോക്കാം. ഇന്ന് ജന്മാഷ്ടമിയാണ്. ജന്മാഷ്ടമിയോടനുബന്ധിച്ചുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ചിത്രം മനോരമ പത്രത്തിൽ നൽകിയിട്ടുണ്ട്. തൊട്ട് താഴെയായി പ്രശ്നം സർക്കാർ വിഹിതം എന്ന തലക്കെട്ടോടെ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ച് പകരം സംസ്ഥാന സർക്കാർ നടപ്പാക്കാൻ ആലോചിക്കുന്ന പെൻഷൻ പദ്ധതി ശമ്പളത്തിന്റെ നിശ്ചിത ശതമാനം പെൻഷൻ നൽകുന്ന മാതൃകയിലാകും എന്ന വാർത്ത നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി മണർകാട് മാത്യു അന്തരിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. മനോരമയുടെ ഉൾപേജിലായി വെള്ളിത്തിര വിപ്ലവം എന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു വാർത്ത വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. രഞ്ജിത്തിന്റെയും നടൻ സിദ്ദിഖിന്റെയും രാജിയെക്കുറിച്ചും ഒപ്പം തന്നെ നടിമാരുടെ പ്രതികരണങ്ങളും നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെ അരമനസ്സോടെ അന്വേഷണം എന്ന തലക്കെട്ടോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ച ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴെയായി കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ പെൺകുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ചു എന്ന് വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് ദീപികയാണ്. ദീപികയിൽ ആദ്യം തന്നെ നൽകിയിരിക്കുന്നത് പ്രത്യാശയുടെ തീർത്ഥാടകരായി ഒപ്പം നടക്കാൻ ആഹ്വാനം എന്ന തലക്കെട്ടോടെ സിറോ മലബാർ സഭ അസംബ്ലിക്ക് ഉജ്ജ്വല സമാപനം എന്ന വാർത്തയാണ് നൽകിയിരിക്കുന്നത്. അതിന് തൊട്ടു താഴെയായി നടൻ സിദ്ദിഖും രഞ്ജിത്തും കഴിഞ്ഞ ദിവസം രാജിവെച്ചതിനെ കുറിച്ചുള്ള വിശദമായ വാർത്തയും പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ കഴക്കൂട്ടത്ത് നിന്ന് കാണാതായ ബാലികയെ തിരിച്ചെത്തിച്ച വാർത്തയും താഴെയായി ഭിന്നശേഷി കുട്ടികളുടെ കുടുംബ പെൻഷനിലും വെട്ട് എന്ന തലക്കെട്ടോടെ ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ പരാതികൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘം എന്ന തലക്കെട്ടോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം കേരള കൗമുദിയാണ്. ആദ്യം തന്നെ പ്രധാനമന്ത്രിയുടെ ഒരു പ്രതികരണം നൽകിയിട്ടുണ്ട്. സ്ത്രീകളോടുള്ള അതിക്രമം വെച്ചു പൊറുപ്പിക്കില്ല മോദി എന്ന തലക്കെട്ടോടെ. തൊട്ടു താഴെയായി വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ച വാർത്ത നൽകിയിട്ടുണ്ട്. നേരറിയാൻ ഉന്നത പോലീസ് സംഘം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ അസം ബാലികയെ തലസ്ഥാനത്തെത്തിച്ച വാർത്തയും തൊട്ടു താഴെയായി 3 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന ഒരു വാർത്തയും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിന് പകരം ബാബുരാജ് എന്ന വാർത്തയും ഇന്ന് ലോക നായ ദിനമായതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു കൗമുദിയുടെ ഒരു സ്പെഷ്യൽ വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിൽ ആദ്യം തന്നെ ജന്മാഷ്ടമിയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് നൽകിയിരിക്കുന്നത്. ജന്മഭൂമിയാണ് ഏറെ പ്രാധാന്യത്തോടെ ഈ ഒരു വാർത്ത നൽകിയിട്ടുള്ളത്. അതിന് തൊട്ടു താഴെ തന്നെ രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജിയെക്കുറിച്ചുള്ള വാർത്തയും പ്രാധാന്യത്തോടെ തന്നെ നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി കുറ്റവാളി ആരായാലും വെറുതെ വിടരുത് പ്രധാനമന്ത്രി എന്ന തലക്കെട്ടോടെ പ്രധാനമന്ത്രിയുടെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി അന്വേഷിക്കാൻ 7 അംഗ ഉന്നത പോലീസ് സംഘം എന്ന തലക്കെട്ടോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണവും ദുരനുഭവങ്ങളും അന്വേഷിക്കാനായി സർക്കാർ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. അടുത്ത പത്രം എന്ന് പറയുന്നത് മാധ്യമമാണ്. ഫലസ്തീനിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്കിടെ യുദ്ധവ്യാപനത്തിന്റെ സൂചന നൽകി ഇസ്രയേലും ഹിസ്ബുള്ളയും കനത്ത പോരാട്ടത്തിൽ എന്ന വാർത്തയാണ് അടി തിരിച്ചടി എന്ന തലക്കെട്ടോടെ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഹിസ്ബുള്ളയുടെ പൈലറ്റുള്ള ചെറുവിമാനം തകർക്കുന്ന ഇസ്രയേലി മിസൈൽ എന്ന ക്യാപ്ഷനോടെ ഒരു ചിത്രവും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ തലകൾ ഉരുളുന്നു എന്ന ചുവന്ന അക്ഷരങ്ങളിൽ വലിയ തലക്കെട്ടോടെ സംവിധായകൻ രഞ്ജിത്തും അതുപോലെ നടൻ സിദ്ദിഖും രാജിവെച്ച വാർത്ത വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. താഴെയായി മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണവും ശ്രീലേഖ മിത്രയുടെ പ്രതികരണവും നൽകിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നേരറിയാൻ പോലീസ് എന്ന തലക്കെട്ടോടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിനിമാ മേഖലയിൽ വനിതകൾ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അന്വേഷണ കമ്മീഷൻ രൂപീകരിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. ഒപ്പം മാധ്യമത്തിന്റെ ഇടതുവശത്തായി വയനാട് മുഖ്യമന്ത്രി നാളെ പ്രധാനമന്ത്രിയെ കാണും എന്ന വാർത്തയും താഴേക്ക് വരുമ്പോൾ ടെലഗ്രാം സിഇഒ ഫ്രാൻസിൽ അറസ്റ്റിൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. ഏറ്റവും താഴേക്ക് വരുമ്പോൾ ശ്രീജേഷിന്റെ സ്വീകരണ ചടങ്ങ് കഴിഞ്ഞ ദിവസം മുടങ്ങിയിരുന്നു. ആ വാർത്തയും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി ലക്ഷ്യം അന്വേഷണം വൈകിപ്പിക്കൽ എന്ന തലക്കെട്ടോടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പീഡനം സംബന്ധിച്ച നടിമാരുടെ ആരോപണങ്ങളെ തുടർന്ന് സർക്കാർ പ്രാഥമിക അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച നടപടി ക്രിമിനൽ നടപടികൾ വൈകിപ്പിക്കാൻ ലക്ഷ്യമിട്ട് എന്ന തരത്തിലാണ് വാർത്ത നൽകിയിരിക്കുന്നത്. അടുത്ത പത്രം എന്ന് പറയുന്നത് മാതൃഭൂമിയാണ്. മാതൃഭൂമിയിൽ വളരെ വിശദമായിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വന്ന വാർത്തകളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. മാനം കാക്കാൻ എന്ന തലക്കെട്ടോടെ അന്വേഷണം രാജി എന്ന ചെറു തലക്കെട്ടുകളോടെയും ആ വാർത്ത വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. പുതിയ വെളിപ്പെടുത്തലിൽ അന്വേഷണം പ്രഖ്യാപിച്ച സർക്കാർ IG സ്പർജൻ കുമാർ അന്വേഷണം നയിക്കും 4 വനിതകളും സംഘത്തിൽ. മാതൃഭൂമിയിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്ത ഏറ്റവും വിശദമായി നൽകിയിരിക്കുന്നത്. തൊട്ടടുത്തായി അഷ്ടമി രോഹിണി ഇന്ന് എന്ന വാർത്തയും താഴേക്ക് വരുമ്പോൾ സിക്കിമിൽ MLA-മാർക്ക് മിനിമം പെൻഷൻ 50,000 എന്ന വാർത്തയും ഏറ്റവും ഒടുവിലായി ടെലഗ്രാം സ്ഥാപകൻ അറസ്റ്റിൽ എന്ന വാർത്തയും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ
ഇത് കൃഷ്ണന്റെ കുഞ്ഞന്മാർ എന്ന ഒരു സ്പെഷ്യൽ സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. തൊട്ടടുത്തായി അവളെത്തി സ്നേഹത്തണലിൽ എന്ന തലക്കെട്ടോടെ കാണാതായ അസം സ്വദേശിനിയെ തിരുവനന്തപുരത്ത് എത്തിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. അവസാനത്തെ പത്രം എന്ന് പറയുന്നത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലും വളരെ വിശദമായി തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അന്വേഷണ സംഘത്തെ രൂപീകരിച്ച വിവരമൊക്കെ വളരെ വിശദമായി തന്നെ നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നടൻ സിദ്ദിഖിന്റെയും സംവിധായകനായ രഞ്ജിത്തിന്റെയും രാജിയെക്കുറിച്ചുള്ള വിവരങ്ങളും നൽകിയിട്ടുണ്ട്. തൊട്ടു താഴെയായി വളരെ പ്രാധാന്യത്തോടെ രോഗികൾക്ക് കൈത്താങ്ങ് എന്ന തലക്കെട്ടോടെ ഇടനിലക്കാരില്ലാതെ അർബുദ മരുന്നുകൾ ലഭ്യമാകുന്നതിനെ കുറിച്ചുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. വിലക്കുറവ് 26 മുതൽ 96% വരെ എന്ന ഒരു ചെറിയ തലക്കെട്ടോടെ അതിന്റെ വിശദ വിവരങ്ങളും നൽകിയിട്ടുണ്ട്. എവിടങ്ങളിൽ നിന്നാണ് ഇത് ലഭിക്കുക എന്ന വിവരങ്ങൾ തൊട്ടടുത്തായി ജില്ലാ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുണ്ട്. അതായത് അർബുദ ചികിത്സയ്ക്കുള്ള വില കൂടിയ മരുന്നുകൾ ഇടനിലക്കാരില്ലാതെ കമ്പനി വിലയ്ക്ക് രോഗികൾക്ക് വ്യാഴാഴ്ച മുതൽ ലഭ്യമാക്കും എന്നുള്ളതാണ് വാർത്ത. തൊട്ടടുത്തായി കഴക്കൂട്ട് നിന്ന് കാണാതായ പെൺകുട്ടിയെ തലസ്ഥാനത്ത് എത്തിച്ച വാർത്തയും നൽകിയിട്ടുണ്ട്. താഴേക്ക് വരുമ്പോൾ ആരോഗ്യ നയം ചർച്ചയുടെ വാതിൽ തുറന്ന് സെമിനാർ എന്ന വാർത്തയും കേരളത്തിന്റെ ആരോഗ്യ മേഖല പുതിയ കാല വെല്ലുവിളികൾ ഏറ്റെടുത്ത് കൂടുതൽ ഉയരങ്ങളിലെത്തിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങളും പഠനങ്ങളുമായി കേരള പഠന കോൺഗ്രസിന്റെ മുന്നോടിയായുള്ള ദ്വിദിന ആരോഗ്യ സെമിനാറിന് കോട്ടയത്ത് തുടക്കമായി എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിലായി ദേശാഭിമാനി നൽകിയിരിക്കുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചതും അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നടൻ സിദ്ദിഖും സംവിധായകനായ രഞ്ജിത്തും രാജിവെച്ച വിവരങ്ങളും ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഇതൊക്കെയാണ് ഇന്നത്തെ പത്രങ്ങളിലെല്ലാം തന്നെ പ്രധാന വാർത്തയായി വന്നിരിക്കുന്നത്. ഇനിയും അടുത്ത ദിവസം പ്രധാന വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.